റഷ്യ. ഞങ്ങളിപ്പോൾ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് മോസ്കോക്ക് ട്രെയിനിൽ പോവാണ്. സബ്സാൻ ട്രെയിനാണ്. ഞങ്ങളിപ്പം സബ്സാൻ ട്രെയിൻ അല്ലേ? ഐ മീൻ സബ്സാൻ റെയിൽവേ നിലവിൽ പറയല്. സബ്സാൻ റെയിൽവേ എന്ന് പറയുന്നത് ഇത് ലോങ് ജേർണി പോകുന്നതാണ്. ഇത് ആക്ച്വലി മോസ്കോയിൽ സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ 12:10 കയറിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 9:45 ആ ടൈമിൽ എത്തുന്നത്. ഭയങ്കര സുഖമായിരുന്നു. 9 hours നമ്മൾ അറിഞ്ഞതേ ഇല്ല. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്യാബ് ബുക്ക് ചെയ്ത് ഇവിടെ ഹോട്ടലിലെത്തി. സൺഫ്ലവർ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഇവിടെ തൊട്ടടുത്ത് തന്നെ മെട്രോ സ്റ്റേഷനുണ്ട്. കൺവീനിയൻ്റ് ആണെന്ന്. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ റിസപ്ഷൻ ഏരിയയിൽ വെയിറ്റ് ചെയ്യാണ് റൂമിന് റെഡി ആവാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നപ്പോൾ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി, ജിഞ്ചട്ടി. പിന്നെ ഇവിടെ കമ്പ്യൂട്ടർ ഉണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ എടുത്ത വിഷ്വൽസ് കോപ്പി ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റുന്ന എന്തൊരു എറർ വരുന്നു. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ കിട്ടുമോ എന്ന് തപ്പി നടക്കുന്നു. അപ്പോഴത്തേക്ക് അവിടെ കിട്ടി. ഇനി അത് കോപ്പി ചെയ്ത് മാറ്റണം. ഇനി ഞങ്ങൾക്ക് വർക്ക് ചെയ്താൽ മതി, വർക്കായാൽ മതിയായിരുന്നു അത്. ഇതാണ് റൂം. ഇവിടെ റൂമിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ടേബിളിലാകുമ്പോൾ 2 സൈഡിലും പിന്നെ ബെഡ് കാണാൻ അടിപൊളിയാണ്. ചെയർ ഒരു ടിവിണ്ട്. പിന്നെ 2 ഗ്ലാസ് 2 വാട്ടർ ഉണ്ട്. അത് നല്ലതല്ലേ? പിന്നെ ആവശ്യത്തിനുള്ള ടീ, കോഫി, കെറ്റിൽ, ടെലിഫോണിക്. പിന്നെ ഇവിടെ ഹോട്ടൽ മെനു ഉണ്ട്. ഇതാണ് റൂമിൽ നിന്നുള്ളൊരു വ്യൂ. അത്ര അടിപൊളിയൊന്നുമല്ല. അധികമൊന്നുമില്ല. ഇതാണ് വാഷ്റൂം. റഷ്യൻ സ്റ്റൈലുണ്ട്. വാഷ്റൂം നോക്കാം. ഷവർ ഏരിയ ഇങ്ങനൊരു സെപ്പറേറ്റ് ഉണ്ട്. കൊമ്മോഡ്, ടവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യത്തിനുള്ള ഷവർ ജെൽ ആൻഡ് സ്റ്റഫ്, സോപ്പ്, ടൂത്ത് ബ്രഷ്, ഡെൻറ്റൽ കിറ്റ്, ഷേവിങ് കിറ്റ് അതൊക്കെ ഉണ്ട്. ലോഷൻ, പിന്നെ ഒരു ഹെയർ ഡ്രയർ, പിന്നെ ഇവിടെ സ്മോക്കിംഗ് പാർട്ടിലുണ്ട്. വേറെന്തോ അതൊക്കെ തന്നെ. ഒരു വലിയ ബിഗ് മിററുണ്ട് 2 സൈഡ്സിലായിട്ട്. വാർഡ്രോബിൽ ഒരു സേഫ് ലോക്കർ, പിന്നെ ചപ്പൽസ്, ഷൂ ഷൈനിങ് കിറ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇവിടുത്തെ ഒരു സടവൂട് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. റൂമിൽ നിന്ന് അങ്ങോട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു 2 മെട്രോ കയറാനുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. കുട്ടികൾ സ്നോ ഫൈറ്റ് ചെയ്യുന്നതാണ്. സ്നോ ഫൈറ്റ് ഒക്കെ ഉണ്ട്. എന്നിട്ട് അടി ഇട്ടാൽ മതി. ഏറിയടാ, ഏറി കിട്ടും, പമ്പ് കിട്ടും. അവന്മാരോട് ഇവിടെ നിന്ന് അടിയുണ്ടാക്കില്ലെന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ പിള്ളേരാണ്. ആക്ച്വലി ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ബർഗർ കിങ്ങിൽ കയറി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച ശേഷം ഇവിടുത്തെ അങ്ങനെയല്ല, ഈ ഇവിടുത്തെ കോള, പെപ്സി അതൊക്കെ നമ്മൾ തന്നെ റീഫില്ല് ചെയ്യണം. അൺലിമിറ്റഡ് പോലെ. ഞങ്ങൾ ഓക്കെ സ്മോൾ ഗ്ലാസ് 2 കൂടി 1 ഗ്ലാസ് മതി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ 4 ഗ്ലാസ് മാത്രമേ എനിക്ക് അതുകൊണ്ട് എൻ്റെ തോന്നി അവിടെ പോയിട്ട് റീഫിൽ ചെയ്തോളെ. അതെന്തായാലും ഒരു വെറൈറ്റി, നമ്മുടെ നാട്ടിലില്ലാത്തൊരു കാര്യമാണ്. മോസ്കോ മെട്രോയിൽ സഡവോട്ട് സ്ട്രീറ്റ് മാർക്കറ്റിലോട്ട് പോവുകയാണ്. ഒരുപാട് ഷോപ്സ് അവിടെ 9500 ഷോപ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ ലേറ്റായി. ഇപ്പോൾ ഈവനിങ് ആയി, 4 o'clock ആയി. പോയി നോക്കട്ടെ എന്താ അവസ്ഥ. എങ്ങോട്ടാ പോകണ്ടേ? ഇവിടെ 2 ഡയറക്ഷനിൽ ട്രെയിൻ വരും. കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങോട്ട് ഏതൊക്കെയാണ് റൂട്ട് എന്നുള്ളത്. അത് നോക്കി കയറിയാൽ മതി. 6 അല്ലേ? 6
ഈ മെട്രോൻ്റെ പേര് പ്രോസ്പെക്ട് മീറ. ഇവിടെ ഓൾറെഡി ഒരു ട്രെയിൻ പോയി, ഒരു മെട്രോ പോയി. അതിനുശേഷം എവരി 1 മിനിറ്റ് ഇവിടുന്ന് ഓരോ മെട്രോ അതിനകത്ത് ടൈമിംഗ് കാണിക്കുന്നത് 1 മിനിറ്റ്. ഞങ്ങളിവിടെ എത്തിയിട്ട് 1 മിനിറ്റ് ആയിട്ടില്ല. 25 സെക്കൻഡ്. അതിനുള്ളിൽ അടുത്ത മെട്രോ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഭയങ്കര വാസ്റ്റാണ് ഇവിടുത്തെ മെട്രോ. ഇത് കുറച്ച് പുതിയ മെട്രോ തോന്നുന്നു. അങ്ങനെ പല ഏജസിലുള്ള മെട്രോയും കാണാം. ഞങ്ങളിന്ന് കയറട്ടെ. ഇറങ്ങി വന്ന മെട്രോ ആണത്. നെക്സ്റ്റ് ഇനി ബൈക്കിനോ എന്ന് പറഞ്ഞൊരു സ്ഥലം ഇവിടെ നിന്ന് ഇറങ്ങി ഓപ്പോസിറ്റിലേക്ക് കയറണം. അവിടെ എത്തി നല്ല തിരക്കുണ്ട്. തിരക്കൊന്നും വലിയ ആ ഇറങ്ങാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരെ ഇറക്കാം. അപ്പോൾ നമ്മൾ കയറാനത്തേക്ക് ഒരു തിരക്കന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളത് കയറാം. മെട്രോ വിക്കിനോ എന്ന സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി എക്സിറ്റ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കണം. ഇനി ഇവിടുന്ന് ബസ് നമ്പർ എത്ര? 436 436 എന്ന ബസ്സിലും കയറി സടവോഡ് മാർക്കറ്റിൻ്റെ അടുത്താണ്. സടവോഡ് മാർക്കറ്റിൻ്റെ ഭാഗത്തിൽ ഇറക്കണം. ഷോപ്പിംഗ് കോംപ്ലക്സ് സടവോഡിൻ്റെ അടുത്ത് ഇറക്കണത്. അവിടെ ചെന്നിട്ട് അവിടെ ചെല്ലട്ടെ. എന്തായാലും ഈ കണക്ടിവിറ്റി ഭയങ്കര സൂപ്പർ കേട്ടോ. പിന്നെ മാപ്പ് ആയാലും ഓക്കെ, ആൻഡക്സ് മാപ്പിൽ നല്ല ഡീറ്റെയിൽ ആയിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഫുൾ സിറ്റി കണക്റ്റഡ് ആണ്. ട്രാൻസ്പോർട്ടൊക്കെ ഭയങ്കര കൺവീനിയൻ്റ് ആണ് ആൻഡ് ചീപ്പ്. പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്താൽ മതി. മാർക്കറ്റിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉള്ളിലോട്ടുള്ള പ്ലേസ് ആണ്. ഞങ്ങൾ വിചാരിച്ച സ്ഥലം തെറ്റി നിൽക്കണില്ല, പക്ഷെ എത്തി. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ വലിയൊരു സംഭവമാണ്. കാണിച്ചു തരാം. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ടാവുകയാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങി ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്. റെയിൻ ഉണ്ട്. ഞങ്ങൾ വന്നിട്ട് ഫസ്റ്റ് റെയിനാണ്. ചവിട്ടി വെള്ളത്തിൽ ചവിട്ടി ഫുഡ് ഇടണം. ക്ലോസ് ചെയ്യാം. ഇതൊരു സർവറിന്റെ എൻട്രി ആണ്. ഇവിടെ നിൽക്കടേ. ഞങ്ങളാ 2-3 എൻട്രി ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും കയറി നോക്കുവാണ്. ഇതെല്ലാം സർവറിന്റെ ഒരു മാപ്പ് കാണാം. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു വലിയൊരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഞങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റുമെന്ന് പോലും തോന്നുന്നില്ല. ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയി നോക്കുവാണ്. ഇത് അതിന്റെ തന്നെയാണോ? തോന്നുന്നു ഇത് വൈക്കം സടവോഡ് DAVOD ആണ്. ഷോപ്പിംഗ് മാള് പോലെയാണല്ലത്. ഇവിടെ എന്തൊരു ചൈനീസ് ഒരു സംഭവം പോലും. ഇവിടെ സ്റ്റാർട്ടിംഗിലാണ് ഒരു ചൈനീസ് ആണ്. 9500 ഷോപ്സ് ഉണ്ട് ഇവിടെ. 9500. Can you believe it? അതെ. ഇവിടെ ബാഗ്സിന്റെ ഷോപ്പ്. നമ്മൾ ഇതെങ്ങനെ കണ്ടു തീർക്കുന്ന അറിയില്ല, പക്ഷെ നമുക്ക് ആവശ്യമുള്ളടത്ത് ഇവിടെ ബാർഗൈൻ ചെയ്യണം. പല ടൈപ്പ് ഇതുണ്ട്. ക്യാപ്സ്, ഡ്രസ്സസ്, ഹാങ്ങേഴ്സ് ഓരോ ഉണ്ട്. ആ സൈഡ് പോണോ? എങ്ങനെ ഇത് കണ്ടു തീർക്കുമ്പള്? ഷോപ്പ് നമ്പർ 8. പ്രൈസ് ഒക്കെ നോക്കി ഏകദേശം ഇതുണ്ട്. റൈറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഷോപ്സിന്. ഈ ജാക്കറ്റിന് 7500. ബട്ട് അത് നമുക്ക് ഇത് ചെയ്യാം, ബാർഗൈൻ ചെയ്യാം. ഇവിടെ ഒന്നും ഒരാളും ഇല്ല കേട്ടോ. ഞങ്ങൾ മാത്രമുള്ളത് തോന്നുന്നു. എല്ലാരും ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ കടയിലേക്ക് കയറുമോ എന്നുള്ള രീതി. എത്ര ജാക്കറ്റ്സ് അവിടെ കളക്ഷൻ ഉള്ളത്. അടിപൊളി ജാക്കറ്റ്സ്. ഭയങ്കര ഒരു ജാക്കറ്റ്, അടിപൊളി സ്റ്റൈല്. ഈ ജാക്കറ്റ്സിനൊക്കെ 3500. തൊടാണ്ട് അങ്ങോട്ട് വരും. ഇതൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങാം. ഇത് പക്ഷെ ക്ലോത്താണ്. നമ്മൾ വന്നിട്ടുള്ള ക്ലോത്ത് സൈറ്റിലേക്കാ. ഇതൊക്കെ അടിപൊളി ഡ്രസ്സാണല്ലോ. എല്ലാതും നല്ല രസമുണ്ട്, നല്ല കളേഴ്സും. ഇത് ഭയങ്കര ഫാഷൻ സെൻസ് ഉള്ളതാ. ഇവിടെ എല്ലാരും ഒരു അലമ്പ് സ്റ്റൈല്. വലൈക്കും നമ്മളാണ് മുസ്ലിം, മനസ്സിലായി. അവിടെ ബെൽറ്റ്സിൻ്റെ ഞങ്ങൾ ബെൽറ്റിൻ്റെ നോക്കട്ടെ.
ബെൽറ്റും ബാഗും ഇതൊക്കെ വേണം. ജസ്റ്റ് റേറ്റ് ചോദിച്ചിട്ട്. How much? 200? Okay. Okay. ഓണാണ് റെക്കോർഡ് ചെയ്തോ. Gucci. How much? 200. Да. 2000 рублей. 200 വന്നിട്ട് 2000. 1. 0, 0, 0. 2000 കൂടെ. 2000. ഇവിടെ കുറേ ഷോൾസ് ഉണ്ട്. 1500 റേഞ്ചാണ്. ഇവിടെ കടകളൊക്കെ അടയ്ക്കാൻ തുടങ്ങി. കടകളൊക്കെ അടക്കാൻ തുടങ്ങിയല്ലോ. ഇനി എന്ത് ചെയ്യോ? കുറെ അടച്ചു. നമുക്ക് മിസ്റ്റേക്ക് പറ്റി. ഇപ്പൊ ടൈം 6 ആവാനായിട്ടുണ്ടോ അല്ലെ? ഇവിടെ 6 ആകുമ്പോഴത്തേക്കെല്ലാം അടയ്ക്കും. ആണോ? ആരുണ്ടായിരുന്നു? ഞങ്ങള് 6 വരെ ഉള്ളതായിരുന്നു. അതാ ഇവിടെ എല്ലാം അടച്ചു തുടങ്ങി. ഇനി എന്ത് ചെയ്യോ? നമുക്ക് നോക്കാം അവിടെ വേറെ എന്തെങ്കിലും ഇതുണ്ടോന്നുള്ള. ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ബ്ലൗസസ് ഉണ്ട്. ആക്സസറീസ്, ഫുള്ളൊക്കെ ഡ്രസ്സ്. ലേറ്റ് ആയി ഞങ്ങള്. നമുക്ക് നോക്കാം. അത് എക്സിറ്റ് ആണല്ലോ. ഇപ്പോൾ 5000 ഷൂസിന്. ഇവിടെ ബാർഗൈൻ ചെയ്യാൻ പഠിക്കണം, അങ്ങനെ കാര്യമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോടി. ബാഗ് ഒക്കെ ഉണ്ടോ ഇവിടെ? ബാഗ്സ് കാര്യങ്ങളൊക്കെയാണ്. ബാഗിന് പൈസ കുറവുണ്ടോ? റേറ്റിനകത്ത് കാണിക്കുന്നത് 7000. മേലെ കയറിയ മേലെന്താ എഴുതി വെച്ചിട്ടുണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള. ഇല്ല, അങ്ങോട്ട് നോക്കാം. ഇതെല്ലാം ഡ്രസ്സിൻ്റെ ആണ് മൊത്തത്തിലുള്ള. ഈ ജീനൊക്കെ 1000. ഇതൊക്കെ ബാഗ്സ്. ഇവിടുത്തെ കോട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ഇത് ഇവിടെ ഉള്ള പെണ്ണുങ്ങളെല്ലാം ഇവിടെ നിന്നുള്ള കോട്ടായിരിക്കും വാങ്ങുന്നത്. പെർഫ്യൂമിൻ്റെ ഷോപ്പ്. ചോദിക്കട്ടെ എത്രയാണ്? ഫുള്ളാക്കി ഇത് വേണ്ട. കുറച്ചും ഡിസൈനുള്ള നോക്കവാ. ഇത് അവിടെ വേറെ ഡിസൈനുകളുണ്ട്. നേരങ്ങളല്ല. ഇവിടെയൊക്കെ കുറെ പെർഫ്യൂം ഷോപ്സ് ഉണ്ട്. എടി ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് മറ്റേ സ്ഥലത്തേക്ക് പോയി നോക്കാം. ആ സൈഡിലെന്താ? അവിടെയും വേറെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ കവേഴ്സ് വല്ലതും വേണോ? വേണ്ട ഉണ്ടല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇവിടെ ഡ്രസ്സിൻ്റെ ഇതായിരിക്കും. അപ്പുറത്ത് ഗിഫ്റ്റ് ഷോപ്സ് ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? സോറി, ഞങ്ങൾ മാറിപ്പോയി കയറിയത്. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഇതൊരു ഹോൾ ഡേ നിക്കണം. അതെ, നമുക്ക് നാളെ വരാം. നാളെ ഞങ്ങൾ ഫ്രീയാ. ആക്ച്വലി ഞങ്ങൾ 2-3 കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തു ഇവിടെ വന്നിട്ട്. ഇവിടുത്തെ തണുപ്പ് കാര്യങ്ങൾ കൊണ്ടിട്ടും പിന്നെ ഞങ്ങൾക്ക് ടൈം തികയാതെ അതുകൊണ്ടിട്ട് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് എക്സ്ട്രാ ടൈം കിട്ടും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഗിഫ്റ്റ്സും സോനിയേഴ്സൊക്കെ ഉള്ള ഷോപ്സാണ് എന്ന് തോന്നുന്നു.
ഇതൊന്നും അടച്ചില്ലെങ്കിൽ കൊള്ളാം. ഓൾമോസ്റ്റ് ഇതൊക്കെ അടച്ചു തുടങ്ങി. ഇവിടെയൊക്കെ ചൈനക്കാരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. എല്ലാം ഡ്രസ്സിന്റെ ആണല്ലോ. നോക്കിട്ട് ക്ലോത്ത് അതാ ഷഡോട് ക്ലോത്ത് വേറെ ഉണ്ടോക്ക് ഇവിടെ അതേ ഉള്ളൂന്ന് തോന്നുന്നു. ബാ നോക്കാം, നമുക്ക് കറങ്ങി കറങ്ങി നോക്കാം. ഇതൊക്കെ അടയ്ക്കാൻ പോവാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബെൽറ്റിന്റെ മാത്രമായിട്ടുള്ള അവിടെ. എന്തായാലും ഒരു ബെൽറ്റ് വാങ്ങണം. സോ അത് നോക്കാൻ വേണ്ടി കയറുവാണ്. നോർമൽ ചോദിച്ചാൽ മതി. How much? How much this belt? 500? No discount? No discount? ഞങ്ങളിപ്പം ജസ്റ്റ് ഇതൊക്കെ പഠിച്ചിട്ട് ചിലപ്പോൾ നാളെ ഞങ്ങൾ ഒന്നും കൂടെ വരും. ഞങ്ങൾക്ക് ട്രാവൽ ടൈം മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട്. ബാക്കി ട്രാവൽ എക്സ്പെൻസ് വളരെ കുറവാണ്. എടാ എനിക്ക് ഇവിടെ എല്ലാം ഓൾമോസ്റ്റ് ക്ലോസ് ആയി തുടങ്ങി. Hello, my guys. ഇവിടെ മൊബൈൽ ഷോപ്സിന്റെ കുറേ ഉണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ എല്ലാത്തിന്റെ കവറുകളും കിട്ടും. വെറുതെ പിടിച്ചോണ്ട് നടക്കാം നമുക്ക്. ഇങ്ങനെ ക്യാഷ് എഴുതി വെച്ചിട്ടില്ലേ, അങ്ങോട്ട് എനിക്ക് നോക്കാൻ തോന്നുള്ളൂ. ഇവിടത്തെ ജാക്കറ്റ് ഊരണം, ചൂടെടുക്കണ്ട്, ഫ്രെയിംസും കാര്യങ്ങളൊക്കെ അതാ. ഷോൾസ് ഇവിടെ 100 രൂപയ്ക്ക് ഷോളത്. അവിടെ 100 രൂപയ്ക്ക് ഷോൾ ഉണ്ടായിരുന്നു. നോക്കണോ? അത് സാധാ ഷാള, നാട്ടിൽ കിട്ടുന്ന ഷാള. ഇവിടെ ഒന്ന് റഷ്യൻസ് എല്ലാം തോന്നുന്നു. ഇത് ഫുൾ ചൈനീസ് ആട്ടാ. ചൈനീസ് മാർക്കറ്റാണിത്. ചൈനീസ് ബോസിന്റെ നല്ല നല്ല കുറേ. ഞങ്ങൾക്ക് ആ ക്യാപ്പ് കിട്ടിയത് ലാഭത്തിനാണ് കിട്ടിയത്. ബാക്കിയുള്ള പിന്നെ ഞങ്ങളിങ്ങനെ ഒപ്പോണ്ടിരിക്കുകയാണ്. കേർട്ടൻസ് ഉണ്ട്, ഓൾമോസ്റ്റ് എവറിത്തിങ് ഉണ്ട്. നേരത്തെ വന്ന് ഒരു ഡേ അല്ലെങ്കിൽ ഹാഫ് ഡേ ഇരുന്ന് കറങ്ങണം. ബ്ലാങ്കറ്റ്സ്, കേർട്ടൻസ് എല്ലാം ഉണ്ട്. അങ്ങോട്ടൊക്കെ കർട്ടൻ വേണമല്ലോ. അല്ല, അങ്ങോട്ടെന്താ കടകളുണ്ട്. അങ്ങോട്ടുള്ള എല്ലാ ഷോപ്സും ഇപ്പോൾ അടച്ചു കഴിഞ്ഞു. ഇവിടെ സോക്സ്, സ്റ്റോക്കിങ്സ്, അങ്ങനത്തെ സാധനങ്ങൾ. ഹലോ ഹലോ. നമ്മളെന്താ ഇവിടെ ഉള്ളവരെല്ലാം ഇവിടുത്തെ ആൾക്കാരല്ല, വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരാ, റഷ്യൻസ് അല്ല. ടർക്കി ടൈപ്പ് കൺട്രി, കസാക്കിസ്ഥാൻ അങ്ങനത്തെ ആളുകളാണ്. പിന്നെ കുറെ ചൈനീസ്, കുറെ പേരുണ്ട്, തായ്വാൻ, അവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരാണ്. കുറെ മുസ്ലിംസ് ഉണ്ട് തോന്നുന്നു കേട്ടോ. നമുക്ക് കറങ്ങിയോണ്ടിരിക്കാം കേട്ടോ. നമുക്ക് കറങ്ങിയോണ്ടിരിക്കാം, മാക്സിമം കവർ ചെയ്യാം. അങ്ങോട്ട് പോയി നോക്കാം. സോക്സ് വാങ്ങണോ?
സോക്സ് ഇപ്പം ആവശ്യമില്ല. ഇതല്ലാത്ത വൂളനല്ലാത്ത. ഞങ്ങളിപ്പോൾ സടവൂട്ടിൽ നിന്ന് തിരിച്ചു വന്നു. കാരണം അവിടുത്തെ ഷോപ്സ് എല്ലാം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. മോസ്റ്റ്ലി ഷോപ്സ് ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. ഞങ്ങൾ കുറച്ച് ഷൂസ് മേടിച്ച്. ഷൂവും ക്യാപ്പൊക്കെ നാളെ ഒന്നുകൂടി പോകണം. ആക്ച്വലി ഭയങ്കര ചീപ്പായിട്ട് ഞങ്ങൾക്ക് അവിടെ ഷൂസൊക്കെ കിട്ടിയത്. ആ ക്യാപ്പും. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു കേബിൾ കാറുണ്ട്. അതെ, ഒരു കേബിൾ കാറുണ്ട്. ആ കേബിൾ കാർ കയറാൻ വേണ്ടിയിട്ടാണ്, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇനി അവിടെ ചെന്നിട്ട് അത് കിട്ടുകയെന്നുള്ളത് നോക്കണം. എന്നിട്ട് അത് അവിടെ നിന്ന് അങ്ങോട്ട് പോകണം. മഴയല്ല, ഇവിടെ ഭയങ്കര ഒരു മൂടൽ മഞ്ഞുള്ള ഒരു മഞ്ഞ് മാറിയൊരു മഴയായപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ഒരു മൂടൽ. വണ്ണയാണോ അത്? ഞങ്ങളെന്തായാലും ഇവിടെ നിന്ന് ഒരു ബസ് എടുക്കണം. ബസ് എടുത്തിട്ട് കുറച്ചുകൊണ്ട് നോക്കാം. ഡെക്കറേറ്റ് അവർ ടോയ്ക്കാ കാർഡ് ഇവിടെ ഇത് കാർഡാണ്, മെട്രോ കാർഡാണ്. ഇത് വെച്ചിട്ടാണ് പേ ചെയ്യുന്നത്. ഒരു ട്രിപ്പിന് 37 രണ്ടുപേർക്കും പേ ചെയ്യും. അങ്ങോട്ട് പോകും. ഞങ്ങളിപ്പോൾ മോസ്കോ കേബിൾ കാറിൻ്റെ അവിടെ എത്തി. ഇതാണ് മോസ്കോ കേബിൾ കാറിൻ്റെ ഏരിയ. ഇനി ഇവിടെ നിന്ന് ആ കേബിൾ കാർ കയറി പോകണം. ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ താഴത്താണ്. താഴത്ത് പോയി ടിക്കറ്റ് എടുത്തിട്ട് വേണം ഞങ്ങൾക്ക്. ഇതാണ് ആ കേബിൾ കാറിൻ്റെ ഇത്. ഇവിടുത്തെ മോസ്കോ സ്റ്റേഡിയത്തിൻ്റെ അതുവഴിയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ചെന്ന് നോക്കാം. മോസ്കോ കേബിൾ കാർ സൈഡിൽ അത് അവിടെ രണ്ടെണ്ണം സ്കീ ചെയ്യണേ. ഇവിടെ ഫുള്ള് സ്നോടെ ഇതാ. ഞാൻ അങ്ങനെ സ്കീ ചെയ്താലോ? നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ആദ്യമേ ഇവിടെ നോക്കാം കേബിൾ കാർ എവിടെ ടിക്കറ്റ് എടുക്കുന്നത്. ഇതാണ് സ്കീയിന്റെ സംഭവം. ഇവിടെ നമുക്ക് സ്കീയിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് ഇവിടെ നിന്ന് തന്നെ താഴോട്ട് പോവാം. എടാ ഇത് സ്കീ സെന്റർ തന്നെയാണല്ലോ. ആ, ഇത് 2 ടൈപ്പ് കേബിൾ ഇതുണ്ട്. ഒന്ന് സ്കീയിങ്ങിന്റെ ഇങ്ങോട്ട് കേറി വരാനുള്ളത് കേബിൾ കാർ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിൽ കയറിയിട്ട് വേണം നമ്മൾ ഇവിടെ മുകളിൽ വരാൻ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്കീ ചെയ്തിട്ട് താഴേക്ക് പോകും. അതാണ് ഇവിടെ ഉള്ള ആക്ടിവിറ്റി. അല്ല മേലേക്ക് വരുന്നത് നമ്മളിപ്പോ മേലല്ലേ നിക്കണേ. ഇവര് സ്കീയേഴ്സ് സ്കീ ചെയ്ത് താഴെ പോകും. എന്നിട്ട് അവർക്ക് മുകളിലേക്ക് കയറാനുള്ള വഴിയില്ല. അതിനാണ് അവിടെ കാണുന്ന ഒരു കേബിൾ കാർ ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യല്ലേ? നമ്മൾ കയറുന്ന കേബിൾ കാർ ഇതല്ല. നമ്മൾ കയറുന്നത് അവിടെ വാട്ടർ ബോഡിയാണ്. സ്റ്റേഡിയം. അതാണ് സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിന്റെ അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. അതിന്റെ പേരെന്തായിരുന്നു? മോസ്കോ സ്റ്റേഡിയത്തിന്റെ എന്തോ ഒരു എല്ല് വെച്ച് തുടങ്ങുന്ന സ്റ്റേഡിയമാണ്. ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞേരെ. നമുക്കിപ്പോൾ ടിക്കറ്റ് എവിടെ എടുക്കുന്നത് നോക്കാം. ഇവിടെ നമ്മൾ വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. ടിക്കറ്റ് പോലും അറിയില്ല. ടിക്കറ്റ് എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. ഇവിടെ മെയിൻ റഷ്യൻ തന്നെയാണ്. പിന്നെ ചില വേറെ നാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മുക്കും മൂലം ഇംഗ്ലീഷൊക്കെ അറിയാം. പിന്നെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററാണ്. അതിൽ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ച് ഇല്ലെങ്കിൽ അത് പണിയാണ്. റേഞ്ച് ഉള്ള സ്ഥലത്ത് നിന്നിട്ട് വേണം ഈ സാധനങ്ങൾ കൊടുക്കാൻ. പിന്നെ ചിലവരെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ചെയ്യാൻ അവർ നിൽക്കത്തുള്ളൂ. അവർ അതിനകത്ത് റിപ്ലൈ തരാൻ നിൽക്കത്തൊന്നുമില്ല. പിന്നെ കുറേ ആൾക്കാർ ഭയങ്കര ഓവർവെൽമിങ് ആണ്. അവർ ഭയങ്കര എന്താ പറയുക അല്ലേ, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നീ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ടാണ് പോകണ്ടെന്നുള്ളത് നോക്കണം. ടിക്കറ്റ് അവിടെയാണ് എടുക്കുന്നതെന്ന് തോന്നുന്നു. അവിടെ ചെന്നിട്ട് ടിക്കറ്റിന്റെ കക്ക ഒന്ന് എഴുതിച്ചിട്ടുണ്ടാവും. KACC. ആ മുകളിൽ നിന്നാണ് നമ്മൾ പോകേണ്ടത്. എന്തായാലും പോയി നോക്കാം. ഇവിടെയാണ് കേബിൾ കാറിൻ്റെ ടിക്കറ്റ്. ഇതിൽ നിന്ന് എടുക്കാം. പക്ഷെ ഇതിൽ നിന്ന് എടുക്കാൻ നമ്മുടെ കയ്യിൽ നമുക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്യാം. ആക്ച്വലി അതിന് കാർഡ് വേണം. ഇതാണ് ടിക്കറ്റ് കക്കി. ഇത് ടിക്കറ്റ് ഓഫീസ് അങ്ങോട്ടാ.
അല്ല എൻട്രൻസ് ടിക്കറ്റ് ഓഫീസിലാണ്. ഓക്കെ ഇവിടെയാണ് ടിക്കറ്റ് ഓഫീസ്. തന്നെയാണ് ഇവിടെ പലതും ഉണ്ട്. ഇങ്ങനത്തെ ലാമ പാർക്കുണ്ട്, സ്കീ റിസോർട്ടുണ്ട്, ക്യാബിൾ കാർ ഉണ്ട്. ക്യാബിൾ കാർ വൺ സൈഡ് പോരെ, അവിടെ നിന്ന് എങ്ങനെ തിരിച്ചു വരും? അതാ നോക്കാം. അവിടെ നിന്ന് തിരിച്ചു വരും നോക്കട്ടെ. ഞങ്ങളിപ്പോൾ 1 വേ ടിക്കറ്റ് 700, 2 വേ 1000. ഞങ്ങൾ 1 വേ എടുക്കുന്നുള്ളൂ. 1 വേ എടുത്തിട്ട് പിന്നെ അവിടുന്ന് വേറെ വേക്ക് പോകാൻ വേണ്ടിയിട്ട്. ക്യാബ് കാറിനല്ലേ? അതെ, 1 വേ 2 ടിക്കറ്റ് 1 വേ. One way 700, 2 way 1000, children 500. So ഞങ്ങൾ ഇനി കയറിയിട്ട് കാണിക്കാം ബാക്കി വിഷ്വൽസ്. Okay. No? No. It's first stage. Okay. Please stand over here. Middle. Hug, smile, look it in the camera. We take pictures of all of our guests. Okay. പൈസ ഉണ്ട് എക്സ്ട്രാ ഇല്ലല്ലോ? Together. Please. ആൻഡ് ഷൂട്ട് ചെയ്തോ? Hug. Packet. Photo beautiful. Вот тут я уже не знаю, как сказать. Нормально. Sorry, English. കൊടുക്കേണ്ട പൈസ നോക്കാം എത്രയാണ്. ചെറിയ പൈസ നമുക്ക് മേടിക്കാം. Hug. ആട്ടാ. Look it in the camera. Smile. 1, 2, 3. And in heart. ആട്ടൊന്നും പിടിക്കാതില്ല. So good. Look it in the camera. Smile. 1, 2, 3. Perfect. Please, upstairs, second floor. Next station, look perfect. Okay. Спасибо. Okay, thank you. Okay, thank you. മേലെ കളറിന് അവിടെ ആണോ? വേണ്ട. ഓക്കെ മേലെ കയറാവാ. ഇത് കൂടെ അല്ലേ പറഞ്ഞേ? ആ ഞാനിത് നോക്കുക. അറിയില്ലാത്തില് കയറണം. അതിലാളില്ല, വേഗം കയറിക്കോ. ഞങ്ങളിപ്പോ കയറുവാണ്. കയറിക്കോ. ആരുമില്ല, ഞങ്ങള് മാത്രം. വീഡിയോ എടുക്ക. നമ്മൾ മാത്രല്ല, വെയിറ്റിംഗ് ആണ്. നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതാണ് കേബിൾ കാർ. ഇതിന് സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ലല്ലോ. ഇത് കുറച്ച് റിസ്കിയാണ്. ഇവിടെ സ്കീയിങ് ആണ്. ഞാൻ സ്കീയിങ്ങിന്റെ വീഡിയോ എടുത്തു. അവിടുന്ന് ആൾക്കാർ സ്കീ ചെയ്ത് വരുന്നുണ്ട്. അതത്ര ക്ലിയർ ആണോ? ഓ, ഇവിടെ നിന്നൊക്കെ സ്കീ ചെയ്ത ആൾക്കാർ വരുന്നുണ്ട്. ഇവിടുന്ന് അപ്പുറത്തും ഉണ്ട്. ലേക്ക് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇവിടെ ആൾക്കാർ പല രീതിയിൽ സ്കീയിങ് കഴിഞ്ഞിട്ട് പോകുന്നതാണ്. ഫുൾ ഉറങ്ങിക്കാണോ? ഇവിടെ വയ്യാണ് കേട്ടോ പോകുന്നത്. നമുക്ക് എണീറ്റ് ഇങ്ങനെ നിൽക്കാം. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കാം. ഇതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മോസ്കോ റിവറാണ്. ഇവിടത്തെ ഇപ്പൊ തണുപ്പ് കുറഞ്ഞപ്പോ 0 ഡിഗ്രി ആയി. ഇവിടത്തെ ആ എല്ലാം ഉരുകി ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഫുള്ള് ഐസ് പാട്. എന്തോ ക്രൂസ് എങ്ങാണ്ടുണ്ട്. ഞങ്ങൾ നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു അതിനെ. അടുത്ത ഇത് പോകുന്നതാണ്. ഇവിടെ ആൾക്കാർ സ്കീ ചെയ്ത് വരുന്നതാണ്. അടുത്ത കേബിൾ കാർ പോയി തിരിച്ചു വരുന്നതാണ്. ഓ, അവിടെ അടിപൊളി.
അവിടെ ഐസ് സ്കേറ്റിംഗ് ആണ്. ഇവിടെ സ്കീയിങ് ആണ്. സ്കീയിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ഇതുവരെ ഇങ്ങനെ ഇഴുകി വരുന്നതാണ്. അതുവരെ ഇങ്ങനെ ഇഴുകി വരുന്നതാണ് സ്കീയിങ്. സ്കീയിങ്ങിൻ്റെ വീഡിയോ ഇപ്പം ഇവിടെ ഫുള്ള് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണ്. ഞങ്ങൾക്ക് ഫുള്ള് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂല. ബട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റും, ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല. അവിടെ സ്റ്റേഡിയം കാണാം. അത് ഫുട്ബോൾ സ്റ്റേഡിയമാണ്. അവിടെ അതായത് അതെ, ആ സമയത്ത് വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയമാണ്. അപ്പം ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് എത്താറായി. ഗ്ലൗസ് നിറം പറയപ്പെട്ടില്ലല്ലോ. ഇവിടെ നിന്ന് റിസ്ക് അടിച്ച് തിരിച്ചിറങ്ങണം. എന്നിട്ട് അവിടെ ഐസ് സ്കേറ്റിങ് പോയി കാണണം. ഇറങ്ങാൻ പറ്റില്ലല്ലോ ഇവിടെ. അതല്ല ഇറങ്ങിക്കോ. അങ്ങോട്ടല്ല മൈക്കുണ്ടല്ലോ. ഇതായിരിക്കും. നേരല്ലേ ഇറങ്ങിക്കോ. എക്സിറ്റ് ചെയ്യാണ്. ഒരു നോക്കാൻ നിക്കല്ലേ കേബിൾ കാർ നമ്പർ. ടിക്കറ്റ് എവിടെ? അതറിയില്ല. അതെ, ശരിയാണ്. ഞങ്ങള് ഇറങ്ങലാ. താഴത്തോട്ടിറങ്ങണം. കേബിൾ കാർ എങ്ങനെ ഉണ്ടായിരുന്നു? പെട്ടെന്ന് കഴിഞ്ഞ് ഭയങ്കര വെറുത്ത് ഡ്രീം. കാരണം താഴെ ഗ്ലേഷ്യേഴ്സ് കാണാം നമുക്ക്. അതെ, നമ്മൾ പോയ ഡേ സ്നോ ആയി ഇടയ്ക്കിരുന്നോ അല്ലേ? കാരണം ഇന്നത്തെ സ്നോ കുറഞ്ഞു. അതുകൊണ്ടിട്ട് എന്തായാലും അടിപൊളിയായി. ഞങ്ങളെന്തായാലും ഇനി ഇങ്ങോട്ട് ഇറങ്ങട്ടെ. ഇനി ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ? അടിപൊളിയായിരുന്നു. ഇനി ഇവിടെ ഐസ് സ്കീയിങ്ങിൻ്റെ സ്കേറ്റിങ്ങിൻ്റെ അങ്ങോട്ട് പോവാണ്. ഐസ് റിങ്ക്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകണ്ടല്ലോ. കാണണ്ടേ അത് ആൾക്കാർ ചെയ്യുന്നത്? ഇതുവരെ എൻട്രൻസ് അതുവരെയാണോ? എത്ര ഐസ് റിങ്ക് നോക്ക്. ഇവിടുന്ന് ഞങ്ങൾ ഇവിടുന്നാണ് കേബിൾ കാർ കയറി വന്നത്. അവിടെ സ്കീയിങ്ങിൻ്റെ ഇതെല്ലാം കാണാൻ പറ്റും. ഞങ്ങളിവിടെ ഒരു പവിലിയൻ ഉണ്ട്. അപ്പോൾ അവിടെ കയറി നിന്നിട്ട് എന്തായാലും ഈ സ്കേറ്റിങ്ങിൻ്റെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെ സ്കീയിങ്ങിൻ്റെ കാണാം. ആൾക്കാർ ഐസിലിങ്ങനെ സ്കീ ചെയ്യുക. കുറേ പേരുണ്ട്. എല്ലാരും എൻജോയ് ചെയ്യുക. ഇവരെല്ലാം പല ഇത് കാണിക്കുന്നത്. കറങ്ങിയൊക്കെ കളിക്കുന്നു. അതാണ് സ്റ്റേഡിയം. ആ കാണുന്നതാണ് സ്റ്റേഡിയം. ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഇപ്പോഴും കാണാം. ലുസ്നിക്കി എന്നാ സ്റ്റേഡിയത്തിന്റെ പേര്. ആ സ്റ്റേഡിയത്തിന് അങ്ങോട്ട് നടക്കാൻ തോന്നുന്നു. സ്റ്റേഡിയത്തിന്റെ വാതിക്കലാണ്, ഈ ഫ്രണ്ടിലാണ്, തൊട്ട് ഫ്രണ്ടിലാണ് ഈ സ്കേറ്റിംഗ് നടക്കുന്നത്. ഇവിടെ കുറെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണാം. നിന്ന് ആ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഈ സ്കേറ്റിംഗ് ഒക്കെ കുറേ നേരം ഇന്ന് കണ്ട്. ഇതിനകത്ത് സ്കേറ്റിംഗ് അറിഞ്ഞാലേ ഇതിനകത്ത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇവിടെ സ്കേറ്റിംഗ് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഇവിടെ നിന്നിട്ട് സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. സ്കേറ്റിംഗ് അറിയാവുന്ന ആൾക്കാരെല്ലാവരും. ഞങ്ങൾക്കിപ്പോ പോണമെന്നില്ല, അതുകൊണ്ടാണ്. അതെ, അല്ലാതെ അറിയാത്തോണ്ടല്ല. അല്ല, പിന്നെ എപ്പോഴെങ്കിലും ചാൻസ് ഇട്ടേക്കല്ലേ. എന്താ ചെയ്യാറില്ല, അതിങ്ങനെ പിടിച്ചിങ്ങനെ പോണം. ഞങ്ങളെന്തായാലും ഇനി പയ്യ റൂമിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ചിലപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറും. ഡിന്നർ കഴിച്ചിട്ട് റൂമിലേക്ക് പോയി. ബാക്കിൽ കാണുന്നത് ലുസ്നിക്കി സ്റ്റേഡിയം. ഇവിടെ വെച്ചാൽ 2018 വേൾഡ് കപ്പ് ഫൈനൽ കാണാം. ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ നടന്നത് ഫ്രാൻസ് ക്രൊയേഷ്യ. അതിൽ ഫ്രാൻസ് ജയിച്ചല്ലേ. ഫ്രാൻസിന് 2018 വേൾഡ് കപ്പ് നടന്നതാണ്. ഞങ്ങളുടെ ബാക്കിൽ ജസ്റ്റ് ബിഹൈൻഡ് ഒരു ഐസ് റിങ്ക് ഉണ്ട്. ആൻഡ് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഈ ഡേ 6 എൻഡ് ചെയ്യണത്. So that was our day 6 in Moscow. Bye.